അപ്പോ ഈ 250 പേര് നടന്നു വരുന്നപ്പോ ജീവിതത്തില് ചേട്ടൻ നേരത്തെ പറഞ്ഞു, പഠിച്ചിരുന്ന കാലത്ത് പഠിക്കുന്ന കൂടെയുള്ള കുട്ടികളെല്ലാം വലിയ കുട്ടികളാണ്. എന്നേക്കാൾ ഉയരമുള്ളവരുടെ കൂട്ടത്തിലാണ് വിപിൻ ചേട്ടൻ പഠിച്ചത്. പക്ഷേ അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന സിനിമയിൽ ചെന്നപ്പോ ചേട്ടൻ ആദ്യമായി കണ്ടത്, അല്ലെങ്കിൽ ചേട്ടൻ തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ കൂട്ടുകാരനായി പരിചയപ്പെട്ട ചേട്ടന്റെ തോളിൽ ഞാൻ കൈയിട്ടു. തോളിൽ കൈയിട്ടിട്ട് ഞാൻ ചോദിച്ച, ചേട്ടന്റെ പ്രായം എത്രയെന്ന് ചോദിച്ചപ്പോ എന്നേക്കാളും 12 വയസ്സോളം പ്രായക്കൂടുതലുള്ള ഒരു ചേട്ടന്റെ തോളിലാണ്, ബെന്നി എന്ന് പറയുന്ന ഒരു ചേട്ടന്റെ തോളിലാണ് ഞാൻ കൈയിട്ടത്. പഠിച്ചിരുന്ന കാലത്ത് ചേട്ടന്റെ ഒപ്പം നിന്നിരുന്ന സമപ്രായക്കാരനായ ഒരു ചേട്ടന്റെയോ അല്ലെങ്കിൽ ഒരാളുടെയോ തോളിൽ കൈയിടാൻ പഠിച്ചിരുന്ന കാലത്ത് വിപിൻ ചേട്ടന് സാധിച്ചിട്ടില്ല. പക്ഷെ അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന സിനിമയിലൂടെ വിപിൻ ചേട്ടൻ എന്താ ചെയ്തതെന്നറിയോ? വിപിൻ ചേട്ടനേക്കാൾ പ്രായമുള്ള ഒരാളുടെ തോളിൽ കൈയിട്ട് നടക്കാനുള്ള ഭാഗ്യം എനിക്ക് അവിടെ ദൈവം തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടികളായ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജോലി, അതായത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആഗ്രഹം, അത് നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്ന ആഗ്രഹമല്ല. നിങ്ങൾ കൊച്ചുകുട്ടികളാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആരാകണം എന്നുള്ള ഒരു ചെറിയൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആ ചിന്തയ്ക്കനുസരിച്ച് നിങ്ങൾ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വിദ്യാഭ്യാസം ചെയ്യണം. പഠിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിക്കുകയും ആ പഠിക്കുന്ന കാര്യങ്ങൾക്കൊപ്പം ഇതുപോലുള്ള ഞങ്ങളെപ്പോലെ ചിലപ്പോ നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഭിന്നശേഷിക്കാരായ കുട്ടികളൊക്കെ ഉണ്ടാവും. ചേട്ടന് ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞാലും പറയുന്നൊരു കാര്യം, നമ്മുടെ ചുറ്റും ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകൾ ജീവിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്കാരും പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട. നമ്മൾ ആ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചു പോകും. പക്ഷേ നമ്മൾ അറിയാതെ പോകുന്ന കാര്യം, നമ്മുടെ ചുറ്റുമുള്ള വൈകല്യം അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ സ്കൂളിന് കോമ്പൗണ്ടിനകത്തുണ്ടല്ലേ. അവരെയൊക്കെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. കാരണം എന്താണ്? വിപിൻ ചേട്ടനൊക്കെ അനുഭവിച്ച വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒന്നും നമ്മുടെ സുഹൃത്തുക്കള് അനുഭവിക്കരുത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവരെയൊക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ ചേട്ടൻ അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് ആ വലിയൊരു ലക്ഷ്യമായിരുന്നു അത്. ആ ലക്ഷ്യം വിപിൻ ചേട്ടൻ നേടിയിട്ട് 56 ദിവസം ഞങ്ങൾ അവിടെ താമസിച്ചു. വളരെ രസകരമായ ഒരു ഷൂട്ടിംഗ് ആയിരുന്നു. നിങ്ങളിൽ എത്ര പേര് ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വളരെ രസകരമായിരുന്നു ഞങ്ങളുടെ സിനിമ ഷൂട്ടിംഗ് ദിവസങ്ങൾ. കാരണം ഓരോരുത്തരും ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും നേട്ടങ്ങളും അനുഭവങ്ങളും ഒക്കെ പങ്കിട്ട് ഞങ്ങൾ ആ സിനിമ പൂർത്തീകരിച്ചു. നിങ്ങൾ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിയ പാട്ടൊക്കെ കിടപ്പുണ്ട്. വളരെ രസകരമായ പാട്ടൊക്കെയാണ് അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന സിനിമ. അതൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് എടുത്തൊക്കെ കാണണം കേട്ടോ. അതൊക്കെ ഒത്തിരി സന്തോഷം തരുന്ന സിനിമകളാണ് അതൊക്കെ. അപ്പോ അത്തരം അനുഭവങ്ങളിലൂടെയൊക്കെ വിപിൻ ചേട്ടൻ കടന്നു പോയിട്ട് കുറെ മുന്നോട്ട് പിന്നെയും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ വിപിൻ ചേട്ടൻ 2025 ഇപ്പോൾ ഈ നിൽക്കുന്ന സമയത്ത് വിപിൻ ചേട്ടൻ 23 സിനിമകളുടെ ഭാഗമായി. 23 സിനിമയിൽ വിപിൻ ചേട്ടൻ അഭിനയിച്ചു. ഈ 23 സിനിമകളും അഭിനയിച്ചപ്പോ വിപിൻ ചേട്ടന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതായത് ഇപ്പൊ വിപിൻ ചേട്ടൻ നിങ്ങളോട് ഇരുന്ന് ഇങ്ങനെ പറയുന്നത് പോലെ പറയാൻ കഴിയുന്ന ഒത്തിരി അനുഭവങ്ങൾ വിപിൻ ചേട്ടന്റെ ജീവിതത്തിലുണ്ട്. കടന്നുപോയ വഴികളിൽ ഭക്ഷണം കിട്ടാതെ സിനിമ ഷൂട്ടിങ്ങിന് ചെന്നിട്ട് ആഹാരം കിട്ടാതെ കിടന്നിട്ടുണ്ട്. പക്ഷെ അവിടെ വെച്ച് വിപിൻ ചേട്ടൻ എന്താ ചെയ്ത്? ഭക്ഷണം കിട്ടാതെ ഒരു സിനിമ ഷൂട്ടിങ്ങിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ വിപിൻ ചേട്ടൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആഹാരമൊന്നുമില്ലാതെ കിടന്നു. പിറ്റേ ദിവസം ഹർത്താലായിരുന്നപ്പോൾ തൊട്ടടുത്ത ഹോട്ടലിന്റെ തൊട്ട് താഴത്ത് കാണുന്ന ഒരു മുന്തിരി കച്ചവടക്കാരൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ നടന്ന് ചെന്നിട്ട് ഏതാണ്ട് ഒരു 11-12 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇന്നലെ രാത്രി മുതൽ പട്ടിണിയാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തരാവോ ചേട്ടാന്ന് ചോദിച്ചപ്പോ ആ ചേട്ടൻ കുറെ മുന്തിരിങ്ങ ഒരു പാത്രത്തിനകത്ത് നിറച്ചു തന്ന് അത് പൈപ്പിന്റെ ചൂട്ടി കൊണ്ടുവന്ന് കഴിച്ചിട്ട് ഒരു ദിവസം മുഴുവൻ കിടന്നുറങ്ങി. പക്ഷേ അങ്ങനെ കിടന്നുറങ്ങിയിട്ടും വിപിൻ ചേട്ടൻ സിനിമ എന്ന സ്വപ്നത്തെ കൈവിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? വിപിൻ ചേട്ടൻ അറിയാം, ഈ കഷ്ടപ്പാടിനൊരു ഫലം ഈശ്വരൻ ഇന്നല്ലെങ്കിൽ നാളെ
തരുമെന്നുള്ളത്. അങ്ങനെ ബിബിൻ ചേട്ടൻ ആ സ്വപ്നവും അവിടെ നിന്ന് പിന്നെയും മുന്നോട്ട് നടന്ന് 23 സിനിമകളുടെ ഭാഗമായി കഴിയുമ്പോഴാണ് ബിബിൻ ചേട്ടൻ സംവിധാനം ചെയ്യണമെന്നുള്ള ഒരു മോഹം മനസ്സിലേക്ക് വരുന്നത്.